മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇത്തവണ വെക്കേഷന് മക്കളുടെ കൂടെ വന്ന സമയത്ത് അവർക്കിവിടെ ഏറ്റവും പ്രിയപ്പെട്ടത് ചക്കയും മാങ്ങയും പിന്നെ അമ്മമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഓല കൊണ്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. കുറച്ച് ഓല കിട്ടിയ സമയത്ത് ആ ഓല പിടിച്ച് പല പല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അമ്മ. ചാട്ടവാറും പിന്നെ കോച്ചവാണം, അതേപോലെ വാച്ച്, മാല, മോതിരം, പിന്നെ ഈ കാറ്റാടി ഉണ്ടല്ലോ അതും പിടിച്ച് മോൻ കുറേ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. അതുപോലെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ അമ്മ പിന്നെ ബോൾ, അതുപോലെ കൊട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇത്തവണ അതൊന്നും ഉണ്ടാക്കിയില്ല. ഈ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കുട്ടികളെ ഹാപ്പി ആയിരുന്നു. അപ്പം അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുകയും കുട്ടികളെ അത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആ കാര്യങ്ങളൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. എന്നാലും അവരെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ പഠിച്ചു. ഇതൊരു തത്തി ഉണ്ടാക്കിയാണ് കേട്ടോ. അതുപോലെ തന്നെ മീനും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഓലയില്ലെങ്കിൽ ഈ പരന്ന മുമ്പൊക്കെ ചെയറിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വയറുണ്ടായിരുന്നു. എനിക്കതിൻ്റെ പേരെങ്ങനെ പറയുന്നറിയില്ല. ആ സാധനങ്ങളും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഈ ഓലയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൽ പിള്ളേർക്ക് ഫേവറേറ്റ് കാറ്റാടി, മീൻ, ഈ പക്ഷി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പം അമ്മ ഓരോന്നും അവർക്ക് ഉണ്ടാക്കാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ അവർക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ട്. കുറേ മടക്കം തിരുവൊക്കെ ആണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അമ്മ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തത്തയാണ്. ഇത് ഇങ്ങനെ കാണുമ്പോൾ തത്ത പോലെ തോന്നില്ല, പക്ഷേ നമ്മളിതിൻ്റെ തലയൊക്കെ ഒന്ന് തത്തയുടെ പോലെ ഷേപ്പൊക്കെ ആക്കി ഒരു കൊക്കും കണ്ണും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പക്ക ഒരു പക്ഷി പോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാവും കേട്ടോ. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി തത്ത എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പച്ച ഓലയിലാണ് ചെയ്യുക. അപ്പോൾ പച്ച ഓലയുള്ള പക്ഷി എന്ന് പറയുന്നത് തത്തയാണല്ലോ. അങ്ങനെയാണ് അതിന് തത്ത തത്ത എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ്ട് ഈ ഒരു രൂപം ഉണ്ടാവും. അപ്പം അമ്മ അത് എനിക്ക് കൂടെ ഒന്ന് അത് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചോ എന്ന് ചോദിച്ച സമയത്ത് അമ്മ വീണ്ടും അത് ഉണ്ടാക്കി കാണിച്ചാണ്. ഇതേപോലെ തന്നെ മീൻ ഉണ്ടാക്കാൻ പറ്റും. മീൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഈ ഒരു കാറ്റാടിയുടെ ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതിൽ നമ്മളൊരു കോല് കുത്തി വെച്ച് കഴിഞ്ഞാൽ കാറ്റാടിയായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാം. അതിന് പിന്നെയും കുറേ മടക്കുകളൊക്കെ ആവുന്ന സമയത്താണ് അത് മീനാവുന്നത് കേട്ടോ. അപ്പം ഇതാണ് മീനിൻ്റെ ആദ്യത്തെ രൂപം. ഇതിപ്പോൾ ഈ 4 വാലല്ലേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് 2 വാല കൂടെ നമ്മൾ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു പക്ക മീനായിരിക്കും. ഈ മീൻ ഉണ്ടാക്കിയതിന് ശേഷം കുട്ടികൾ എൻ്റെ അടുത്തൊരു വെള്ളത്തിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ മീൻ ഓടുന്നില്ല പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ മീനിൻ്റെ രൂപം. അപ്പോൾ ഇതിൽ 2 കുട്ടി വാല് കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ ഒരു രൂപത്തിലേക്ക് ലാസ്റ്റ് മാറും കേട്ടോ. അങ്ങനെ മീനായി, പക്ഷിയായി, ചാട്ടവാറായി, അങ്ങനെ ഓരോ സാധനങ്ങളായി. പിന്നെ മോൾക്കമ്മയുടെ കൂടെ മാല, മോതിരം, വളയാണ്, വാച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളിതൊക്കെ പുതിയതായിട്ട് കാണാം. കാരണം അവളിങ്ങനെ വളർന്നതിന് ശേഷം അത്രയ്ക്ക് അങ്ങനെ ഇതുപോലുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. ചെറുപ്പത്തിലൊക്കെ ഉള്ളതൊന്നും ഇവർക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. ഇപ്പോഴാണല്ലോ ഇവർക്ക് അറിയാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ മീനിവിടെ സെറ്റായിട്ടുണ്ട്. ഇത് ചാട്ടവാറാണ് കേട്ടോ. ഇത് ചാട്ടവാർ ഉണ്ടാക്കുന്നതാണ്. മോൻ കുറച്ചപ്പോഴേ കോലും കൊണ്ടുവന്നല്ലേ, അതാണ് ഈ സാധനം. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിങ്ങനെ ആഞ്ഞ് വീശിക്കഴിഞ്ഞാൽ ചാട്ടവാറിൻ്റെ ആ സൗണ്ട് കേൾക്കും. അപ്പോൾ ഒരു മാട് മേയ്ക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാട്ടവാറിനിട്ട് വീശുന്നുണ്ടായിരുന്നു കുറേ. അങ്ങനെ കുറേ ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് രണ്ടാളും കൂടെ കുറച്ച് നേരം കളിച്ചു. കുറേ നേരമൊന്നും ഇരിക്കില്ല, കുറച്ച് നേരത്തേക്ക് അവർ എൻഗേജ് ചെയ്യിക്കാൻ ഈ സാധനങ്ങളൊക്കെ തന്നെ ധാരാളം. അപ്പോൾ ഇതൊക്കെ ഒരു മോൾക്ക് അതൊരു പുതുമയായതുകൊണ്ട് അവൾ അത്ഭുതത്തോടുകൂടി ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. മോൻ പിന്നെ ഇതൊക്കെ മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് നേരം ഇന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മാങ്ങ കിട്ടി. മാങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞവൻ കഴിക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളക്കോ മാങ്ങ. ഇതാ കാറ്റാടി. ഈ കാറ്റാടിയും കൊണ്ടാണ് അവൻ കുറേ നേരം ഓടിക്കളിച്ച്. ഇനി കോച്ചവാണാണിത്. അതിൽ മണ്ണ് നിറച്ച് അതിപ്പോൾ നല്ല വെയിറ്റാവും. അപ്പം നമ്മളിങ്ങനെ വീശി വീശി എറിയുമ്പോൾ നല്ല ഡിസ്റ്റൻസിലേക്ക് പോകും. ആൺപിള്ളേർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഇഷ്ടം. അപ്പം മോൻ അങ്ങനെ വീശി വീശി എറിഞ്ഞ് പല പല സ്ഥലത്ത് കുറേ ഓടിൻ്റെ മുകളിലും, അതായത് അപ്പുറത്ത് വല്യച്ഛൻ്റെ വീട്ടിലെ ഓടിൻ്റെ മുകളിലും ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലും കുറേ മരത്തിൻ്റെ മുകളിലൊക്കെ കുറേ എണ്ണം ഉണ്ടാക്കി അതങ്ങനെ കളഞ്ഞു. പിന്നെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവരെ നോക്കിയിട്ടൊക്കെ അങ്ങനെ കളിച്ചവരുടെ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനും എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, അമ്മമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മമ്മ ഇതേപോലെയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അമ്മമ്മയ്ക്ക് അറിയുന്ന അത്രയും കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ല. അമ്മമ്മ കുറേ വെറൈറ്റിയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലമൊക്കെ ഞാനങ്ങ് ഓർത്തുപോയി. അതൊന്നും നമുക്കൊരിക്കലും തിരികെ കിട്ടാത്ത ദിവസങ്ങളാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.